മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. റോമൽ തൻ്റെ തല സ്റ്റാൻലിയുടെ കാലിലേക്ക് നീട്ടിവെച്ചു. ലാബ്രഡോർ ഇനത്തിൽപ്പെട്ടവനാണ് റോമൽ. അവന് ശാഠ്യവും സൗന്ദര്യവും ബുദ്ധിയും കൂടുതലാണ്. അതുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പശ്ചിമേഷ്യയിലേക്ക് ഇരച്ചു കയറി വന്ന തന്ത്രശാലിയായ ജർമ്മൻ സൈന്യാധിപന്റെ പേര് സ്റ്റാൻലി തൻ്റെ നായക്കിട്ടത്. സ്റ്റാൻലി അവൻ്റെ തലയിൽ ചേടിക്കൊണ്ട് ചിന്താധീനനായിരുന്നു. അലീന പ്രതീക്ഷയോടെ പപ്പയുടെ മുഖത്തേക്ക് നോക്കി. ബാലചന്ദ്രമേനോൻ ഇതേപ്പറ്റി എന്തു പറഞ്ഞു? അയാളല്ലേ ഇത് കൈകാര്യം ചെയ്യേണ്ടയാൾ? സ്റ്റാൻലി ചോദിക്കുകയാണ്. അച്ഛൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ബബിത എന്തോ പ്രേമനൈരാശ്യത്തിൽപ്പെട്ട ആത്മഹത്യാശ്രമം നടത്തിയെന്ന് അച്ഛൻ അറിയൂ. അവൾ എന്നോട് മാത്രമേ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുള്ളൂ. നിനക്കിത് നേരത്തെ എന്നോട് പറയാമായിരുന്നില്ലേ? നമ്മൾ മുൻപേ തന്നെ പോലീസിൽ പരാതിപ്പെടേണ്ടതായിരുന്നു. എന്നിട്ടോ പപ്പ? പത്രങ്ങളിലും മാസികകളിലും എല്ലാം അടിച്ചു വരും. പെൺവാണിഭം, സെക്സ് റാക്കറ്റ്, കോളേജിലെ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചു, അതിരപ്പള്ളിയിൽ കൊണ്ടുപോയി അശ്ലീല ചിത്രമെടുത്ത് വിൽക്കുവാൻ ശ്രമിച്ചു, പിന്നെ ഐഡന്റിഫിക്കേഷൻ പരേഡ്, ചോദ്യം ചെയ്യൽ, അങ്ങനെ എന്തെല്ലാം. അവൾക്ക് പിന്നെയും ജീവിച്ചിരിക്കണ്ടേ പപ്പ? സ്റ്റാൻലി അപ്പോൾ ധാർമ്മിക രോഷത്തോടെ അലീനയോട് ചോദിക്കുകയാണ്. അപ്പോൾ അവളെ ദ്രോഹിച്ചവർ രക്ഷപ്പെട്ടോട്ടെന്നോ? അവരിതെല്ലാം വീണ്ടും ആവർത്തിച്ചോട്ടെന്നോ? പോസിറ്റീവ് ഫെമിനിസത്തിന്റെ വക്താവാണല്ലോ നീ. എന്നിട്ടും നിനക്ക് ഇതാണോ അഭിപ്രായം? പപ്പ, ഞാൻ അവളോട് പറഞ്ഞതാ അവളെ ദ്രോഹിച്ചവരെ വെറുതെ വിടരുതെന്ന്. പക്ഷേ ഇനി മൂന്നാമതൊരാൾ ഇതറിഞ്ഞാൽ മരിച്ചു കളയുമെന്ന് അവൾ പറയുമ്പോൾ ഞാൻ എന്തു ചെയ്യും? ജീവിച്ചിരിക്കുവാൻ അവൾക്ക് യാതൊരു ആഗ്രഹവുമില്ലായിരുന്നു. ആദ്യത്തെ ആത്മഹത്യാശ്രമം പരാജയപ്പെട്ടെങ്കിലും വീണ്ടും അതുതന്നെയായിരുന്നു അവളുടെ ലക്ഷ്യം. ആ മാനസികാവസ്ഥ മാറ്റിയെടുക്കുവാൻ ഞാൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയെന്ന് പപ്പയ്ക്കറിയുമോ? നിങ്ങൾ രണ്ടുപേരും കൂടി ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച സത്യം ഇപ്പോൾ വേറൊരു ഭാഗത്തുകൂടി പുറത്തു വന്നില്ലേ? അതിൻ്റെ അനന്തരഫലം ഇനി അനുഭവിച്ചാലല്ലേ പറ്റൂ. നമ്മൾ കേസിൽ കക്ഷി ചേരണ്ട പപ്പ. പത്രമാസികകളിലും ചാനലുകളിലും ഒക്കെ ഇട്ട് വലിച്ചിഴയ്ക്കുന്നത് താങ്ങാനുള്ള മനക്കരുത്ത് അവൾക്കില്ല. രോഹിത്തിനൊരു പ്രശ്നമുണ്ടായപ്പോൾ അവൾ ആ അപമാനവും വേദനയും വിഷമവും എല്ലാം കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. ഇതെഴുതുന്ന പത്രക്കാർക്കോ പീഡിപ്പിച്ച സ്ഥലം പോലും ക്യാമറ കണ്ണിലൂടെ പൊതുജനത്തിന് കാട്ടിക്കൊടുക്കുന്ന ചാനലുകാർക്കോ ഇങ്ങനെയൊന്നും ഇനി ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹമുണ്ടോ? ഒരിക്കലുമില്ല. നാളെയും ഇതുപോലത്തെ ഉഗ്രൻ വാർത്തകൾ ഉണ്ടാകണമെന്നല്ലേ അവരുടെ ആഗ്രഹം. അവരത് എഴുതുന്നതിൽ എന്താണ് തെറ്റ്? സമൂഹത്തിൽ നടക്കുന്ന അതിക്രമങ്ങൾ തുറന്നു കാട്ടേണ്ടത് മാധ്യമങ്ങളുടെ കടമയാണ്. അവരവരുടെ കടമ ചെയ്യുന്നു. പപ്പ, രോഹിത്തിന്റെ കേസിൽ ഞാൻ ആ കടമ കുറെ കണ്ടതാ. എല്ലാ ദിവസവും മുൻപേജിലായിരുന്നു വാർത്ത, അതും ഫോട്ടോകൾ സഹിതം പല കോളം. ആ സമയത്ത് ഭിക്ഷ തെണ്ടി നടന്ന ഒരു യാചകി കടത്തിണയിൽ ഉറങ്ങിക്കിടന്നപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഉപദ്രവിച്ചു എന്നൊരു വാർത്ത വന്നു. പത്രത്തിന്റെ ലോക്കൽ പേജിൽ ഏറ്റവും താഴെ കടുകുമണി പോലെ. രണ്ടും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമല്ലേ? ഒരു ചാനലുകാരും അത് റിപ്പോർട്ട് ചെയ്തില്ല. ഒരു പത്രവും വെണ്ടയ്ക്കാൻ നിരത്തിയില്ല. ഒരു പോലീസുകാരനും കർശനമായ രീതിയിൽ ആക്ഷനും എടുത്തില്ല. അവർക്ക് വേണ്ടി സമരം ചെയ്യുവാൻ രാഷ്ട്രീയക്കാരോ സാമുദായിക സംഘടനകളോ കൊടിയും പിടിച്ചു വന്നില്ല. ഒരൊറ്റ മഹിളാ സംഘടനയെ പോലും കണ്ടില്ല. ആ യാചകി പിന്നീട് ഹോസ്പിറ്റലിൽ കിടന്ന് മരിക്കുകയും ചെയ്തു. ആ കേസ് എങ്ങും എത്തിയില്ല. ഇതൊക്കെയാണ് മാധ്യമങ്ങളുടെ കടമ. അലീന തെല്ല് അമർഷത്തോടെയാണത് പറഞ്ഞത്. അപ്പോൾ സ്റ്റാൻലി, അതൊന്നും ആരുടെയും കുറ്റമല്ല. സാമാന്യ ജനങ്ങൾക്ക് എന്തിലാണ് താല്പര്യമെന്ന് പത്രങ്ങൾക്കറിയാം, ചാനലുകൾക്കറിയാം, സംഘടനകൾക്കും അറിയാം. ഒരു സമൂഹ മനസാക്ഷിക്ക് ഏത് കുറ്റകൃത്യം ചെയ്യാനാണോ അടക്കിവെച്ച രഹസ്യ താല്പര്യമുള്ളത്, ആ കുറ്റകൃത്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റവും കൂടുതലായി സ്വീകരിക്കപ്പെടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അലീന, ഞാൻ തോറ്റുപപ്പ. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറ. ബബിത എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. സാരമില്ല, ഇത് ഞാൻ നോക്കിക്കൊള്ളാം. ഇതുവരെ പോലീസൊന്നും വന്നില്ലല്ലോ, വരട്ടെ. അലീന തിരിച്ചു പോരുമ്പോൾ ഹാളിനരികെ കാത്തു നിൽക്കുന്ന ബബിതയെ കണ്ടു. അവൾ ഉദ്വേഗത്തോടെ തിരക്കുകയാണ്. പപ്പ എന്തു പറഞ്ഞു? പപ്പ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞു. സത്യം പറ ചേച്ചി. സത്യമായിട്ടും അങ്ങനെ തന്നെയാണ് എന്നോട് പറഞ്ഞേ. ചേച്ചി എല്ലാ കാര്യങ്ങളും പപ്പയോട് പറഞ്ഞു? ഇല്ല, പപ്പ അറിയേണ്ടത് മാത്രമേ പറഞ്ഞുള്ളൂ. അലീന അവളെ സമാശ്വസിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ 11 മണിയോടെ ഒരു പോലീസ് ജീപ്പ് സ്റ്റാൻലിയുടെ വീട്ടിലെത്തി. ബബിത തന്നെയാണ് അവരെ ആദ്യം കണ്ടത്. അവൾ ടെൽസയുമൊത്ത് കോതമ്പ് മണികൾ വാരി വിതറിക്കൊണ്ട് പ്രാവിൻകൂടിനരികെ നിൽക്കുകയായിരുന്നു. അവൾക്ക് ചുറ്റും പ്രാവുകൾ പറന്നുയരുകയും താഴുകയും നിലത്ത് ധാന്യമണികൾ കൊത്തിപ്പെറുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പോലീസ് വണ്ടി ഗേറ്റിലൂടെ വരുന്നത് കണ്ട് ബബിത സ്തംഭിച്ചു നിന്നുപോയി. സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ മാത്രമാണ് അവൾക്ക് ആ നടുക്കം വിട്ടൊഴിഞ്ഞത്. ടെൽസ ചോദിക്കുകയാണ്, പോലീസ് അല്ലേ ചേച്ചി അത്? ബബിത അത് കേട്ടില്ല. ടെൽസ 2-3 തവണ അത് ആവർത്തിച്ച ശേഷമാണ് അവൾ അതെയെന്ന് മറുപടി പറഞ്ഞത്. ബബിതയുടെ നോട്ടം സിറ്റൗട്ടിൽ തന്നെ തങ്ങി. 2 പോലീസുകാർ പാൻസിന്റെ പോക്കറ്റിൽ കൈ തിരികെ വെച്ച് ഏതോ സുഖവാസ കേന്ദ്രത്തിൽ ചെന്ന മട്ടിൽ അങ്ങിങ്ങി നടന്ന് പരിസര ഭംഗി ആസ്വദിക്കുകയാണ്. ബബിത ടെൽസയും കൂട്ടി ബംഗ്ലാവിന്റെ പിന്നിൽ കൂടി കിച്ചണിലെത്തി. അവിടെ നിന്ന് ഊണുമുറിയിലൂടെ ഹാളിന് പിന്നിലെ ഇടനാഴിയിൽ ചെന്നു. അലീന എൽസമ്മയുടെ സമീപത്തായിരുന്നു. ബബിതയുടെ മുഖത്തെ പരിഭ്രമം കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടു. അലീന ചേച്ചി. ബബിത അവളുടെ കൈത്തണ്ടയിൽ ഒരാശ്രയത്തിനെന്നോണം മുറുകെ പിടിച്ചു. അപ്പോൾ അലീന,
നീ എന്തിനാ മോളെ പേടിക്കുന്നേ? പോലീസ് വന്നത് ഞാൻ കണ്ടു. പപ്പ നോക്കിക്കോളൂ എന്ന് പറഞ്ഞില്ലേ? അലീന അവൾക്ക് ധൈര്യം നൽകുകയാണ്. ഹാളിൽ സ്റ്റാൻലിയോട് സംസാരിക്കുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. സ്റ്റാൻലി ഒരു എക്സ് മിലിറ്ററി ഓഫീസറാണെന്ന് അറിഞ്ഞപ്പോൾ അവർ ബഹുമാനത്തോടെയാണ് ഇടപെട്ടത്. എവിടെയായിരുന്നു? ഏതു വർഷമാണ് സർവീസിൽ നിന്ന് വിരമിച്ചത്? ഇതാണോ സ്വന്തം സ്ഥലം? ഇവിടെ എന്താ ഇപ്പോൾ പരിപാടി? ഇതെല്ലാം അവർ സ്റ്റാൻലിയോട് തിരക്കുകയാണ്. അഞ്ചലിലും ഒരു വീടുണ്ടല്ലോ, അവർ ചോദിച്ചു. ഉവ്, ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുകയാണ്. വന്നവരിൽ സണ്ണി സ്റ്റീഫൻ എന്നയാൾ കമ്മീഷണറുടെ കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിലെ CI ആണ്. മറ്റേയാൾ സൈബർ സെല്ലിൻ്റെ ചാർജുള്ള SI ശ്രീകുമാർ. സർ, ബബിത എന്നൊരു പെൺകുട്ടി ഇവിടെ താമസിക്കുന്നുണ്ടോ? സണ്ണി സ്റ്റീഫൻ ചോദിക്കുകയാണ്. ഉണ്ടല്ലോ. ഞങ്ങൾ ആദ്യം പാലായിലാണ് ചെന്നത്. ബബിതയുടെ വീട് അവിടെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് ആൾ ഇവിടെയാണെന്ന് മനസ്സിലായത്. ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണെന്നാണ് ബബിതയുടെ അച്ഛൻ ബാലചന്ദ്രമേനോൻ തന്ന വിവരം. ഒരു സംശയം ചോദിക്കുകയാണ്, തെറ്റിദ്ധരിക്കരുത്. ബാലചന്ദ്രമേനോൻ എങ്ങനെയാണ് സ്റ്റാൻലി ജോസഫിൻ്റെ ബന്ധുവാകുന്നത്? അതിന് സ്റ്റാൻലി, ചില ബന്ധങ്ങൾ വിചിത്രമാണ്, അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. സോറി, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞങ്ങൾ ഈയിടെ സെക്സ് റാക്കറ്റുമായി ബന്ധമുള്ള ഒരാളെ പിടികൂടി. അറസ്റ്റ് വാർത്ത ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു. അയാളെ ചോദ്യം ചെയ്തു വന്നപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ കിട്ടി. ഇപ്പോൾ ഇവിടെയുണ്ട് എന്ന് പറയുന്ന ബബിത എന്ന പെൺകുട്ടിക്ക് ആ സെക്സ് റാക്കറ്റുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ അവൾ ആ സെക്സ് റാക്കറ്റിലെ ഒരു കണ്ണിയായിരുന്നു. പെട്ടെന്ന് സ്റ്റാൻലി ചോദിക്കുകയാണ്, അതെനിക്ക് മനസ്സിലായില്ല. സെക്സ് റാക്കറ്റിലെ കണ്ണി എന്ന് പറയുമ്പോൾ? അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ചിലർ നിരീക്ഷണത്തിലാണ്. ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കിട്ടിയിട്ടുണ്ട്. സോ വി ക്യാൻ പ്രൂവ് ഹെർ ഇൻവോൾവ്മെൻറ്റ്. അതിനു മുൻപ് ഞങ്ങൾക്ക് ബബിതയെ ഒന്ന് കാണണം. നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അവളെ കാണാൻ ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്ക് അവളെ അറസ്റ്റ് ചെയ്യാൻ പ്രൊവിഷനുണ്ട്. നോ നോ നോ, വിത്തൗട്ട് മൈ കൺസെൻറ്റ് യു കനോട്ട്. ഐ ആം ദ ഗാർഡിയൻ ഇൻ ചാർജ്, ദാറ്റ്സ് വൈ. സർ, താങ്കൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ചെറിയ കേസല്ല. വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന പ്രമാദമായൊരു പെൺവാണിഭ കേസാണ്. സി മിസ്റ്റർ സണ്ണി സ്റ്റീഫൻ, നിങ്ങൾ എന്നെ ത്രട്ടൺ ചെയ്യണ്ട. പരമാവധി സഹകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ കേസിൽ ബബിതയുടെ റോള് ചീറ്റ് ചെയ്യപ്പെട്ട് അതിൽ മനം നൊന്ത് സൂയിസൈഡ് ചെയ്യുവാൻ ശ്രമിച്ച് അതും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയുടേതാണ്. സർ, ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടി പരാതിപ്പെടണമായിരുന്നു. തീർച്ചയായിട്ടും പോലീസ് നടപടിയെടുത്തേനെ. അവൾക്ക് പരാതിപ്പെടുവാൻ മനസ്സില്ലായിരുന്നു. എന്തു ചെയ്യും? CI സണ്ണി സ്റ്റീഫനും ശ്രീകുമാറും തമ്മിൽ നോക്കി. ശരി, ഞങ്ങൾ വാറണ്ടുമായി വരാം. നിങ്ങളൊന്നും കൊണ്ടുവരണ്ട, അവിടെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഞങ്ങൾ അവിടെ വന്നെടുത്തോളാം. സർ, കാര്യമറിയാതെ ക്ഷോഭിക്കരുത്. ഓക്കെ, എനിക്ക് കാര്യമറിയില്ല, പക്ഷേ നിങ്ങൾക്ക് ശരിക്കും കാര്യമറിയാമല്ലോ. കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത നിങ്ങൾക്ക് ശരിയായ വിവരം കിട്ടിക്കാണും. എന്തുകൊണ്ടാണ് ആ കുട്ടി അവളെ ദ്രോഹിച്ചവർക്കെതിരെ പരാതി കൊടുക്കാതെ ഇരുന്നതെന്നും സൂയിസൈഡിന് അവൾ ശ്രമിച്ചതെന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അഭിമാനത്തെ കരുതിയാണ്. എന്തെങ്കിലും വിവരം അവളിൽ നിന്ന് കിട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രം. അങ്ങനെ നിബന്ധനയൊന്നും വെക്കണ്ട സാർ. ഇതിൻ്റെ പേര് സഹകരണം എന്നല്ല, നിസ്സഹകരണം. അപ്പോൾ വീണ്ടും സ്റ്റാൻലി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു പെൺവാണിഭ കേസ് കയ്യിൽ കിട്ടിയപ്പോൾ അതുമായി ബന്ധപ്പെട്ടവരുടെയൊക്കെ പേര് മാധ്യമങ്ങളുടെ മുൻപിൽ എടുത്തിട്ട് അലക്കണോ? കീർത്തിമുദ്രയും പ്രമോഷനും ഒക്കെ കിട്ടാൻ വേറെ കൊള്ളാവുന്ന വഴിയൊന്നുമില്ലേ? സർ, താങ്കൾ എഴുതാപ്പുറം വായിക്കുകയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കസർത്ത്? നിങ്ങൾ എന്തായാലും ബബിതയുടെ ബയോഡേറ്റ മുഴുവനും ബൈഹാർട്ടാക്കി കാണുമല്ലോ. നല്ല ഒന്നാന്തരം കുടുംബത്തിൽ ധാരാളം സമ്പത്തും പ്രൗഢിയുമുള്ള അച്ഛനമ്മമാർക്ക് ജനിച്ച കുട്ടി. അവളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരുടേതല്ല. അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു സാർ. പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ആ ഫാമിലിയിലെ ഒരു പയ്യൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് റിമാൻഡിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ബ്രോക്കൺ ഫാമിലിയാണെന്ന് നമുക്കറിയാം. അച്ഛൻ ഒറ്റയ്ക്കാണ്. മകൻ ബാംഗ്ലൂരിൽ, അമ്മയും ഇളയ കുട്ടിയും വാടക വീട്ടിൽ. ഒരു മകൾ അവളുമായി യാതൊരു ബന്ധവുമില്ലാത്ത റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫിൻ്റെ വീട്ടിൽ. വളരെ നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ്. ഇത് ശരിയാവാൻ പോകുന്ന കേസല്ലെന്ന് സ്റ്റാൻലിക്ക് മനസ്സിലായി. അയാൾ മുഷിഞ്ഞ് പെട്ടെന്ന് എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്, ഇനി എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. CI സണ്ണി സ്റ്റീഫൻ മൊബൈൽ ഫോൺ എടുത്ത് ആരുടെയോ നമ്പർ ഡയൽ ചെയ്തു. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അയാൾ ഫോണിലൂടെ സംസാരിക്കുകയാണ്. സർ, CI സണ്ണി സ്റ്റീഫൻ, നമ്മൾ ടാർഗറ്റ് ചെയ്ത കക്ഷി ഇവിടെയുണ്ട്, കുളത്തുപുഴയിൽ. പക്ഷേ കാണാനും സംസാരിക്കാനും ഹൗസ് ഓണർ സമ്മതിക്കുന്നില്ല. വൺ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് ലെഫ്റ്റനന്റ് കേണൽ. ഞങ്ങൾ എന്തു പറഞ്ഞിട്ടും ഫലമില്ല സാർ. അതെ, അദ്ദേഹമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഞാൻ കൊടുക്കാം സാർ. സണ്ണി സ്റ്റീഫൻ മൊബൈൽ ഫോൺ സ്റ്റാൻലിയുടെ നേർക്ക് നീട്ടി. എക്സ്ക്യൂസ് മി സാർ, AC ആണ് സംസാരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ, അദ്ദേഹത്തിന് താങ്കളോട് സംസാരിക്കണമെന്ന്. ഞാൻ മറ്റുള്ളവരുടെ ഫോൺ ഉപയോഗിക്കാറില്ല. ചെവി വേദനിക്കും, എനിക്ക് അലർജിയുണ്ട്. സ്റ്റാൻലി തൻ്റെ അതൃപ്തി ഒട്ടും മറച്ചു വെച്ചില്ല. CI സണ്ണി സ്റ്റീഫൻ ഫോണിൽ AC-യുമായി സംസാരിച്ചുകൊണ്ട് ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ അയാൾ വീണ്ടും തിരികെ വാതിൽ കടന്നു വന്നു.
ബബിതയെയും കൂട്ടി നാളെ തന്നെ താങ്കൾ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലെത്തണമെന്ന് AC പറയുന്നു. ഓക്കെ, എനിക്കും അതാണ് സൗകര്യം. AC ഓഫീസ് അറിയാമല്ലോ, എറണാകുളത്ത് ഹൈക്കോടതിക്ക് സമീപം. ആ, എനിക്കറിയാം. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുകയാണ്, ഇവിടെ വെച്ച് ഞങ്ങളോട് സഹകരിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് എളുപ്പം. നോ പ്രോബ്ലം, ഞങ്ങൾക്ക് ഏതായാലും എറണാകുളത്ത് വരേണ്ടി വരും. അപ്പോൾ പിന്നെ അതല്ലേ കൂടുതൽ എളുപ്പം? സ്റ്റാൻലി തിരികെ ചോദിക്കുകയാണ്. CIയും SIയും കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ അവർ യാത്ര പറഞ്ഞിറങ്ങി. അവർ പോയ ഉടനെ അലീന സ്റ്റാൻലിയെ സമീപിച്ച് ആശങ്കയോടെ തിരക്കി. അവരെന്താ പപ്പ ബബിതയെ കാണാതെ പോയത്? ഞാനത്ര താല്പര്യം കാണിച്ചില്ല. അവർ ചില മുൻവിധികളോടുകൂടിയൊക്കെയാണ് വന്നത്. അവർ പിണങ്ങിപ്പോയതാണോ? ഏയ് അല്ല, ബബിതയെ കൂട്ടി അവിടെ ചെല്ലാമെന്ന് ഞാൻ സമ്മതിച്ചു. ഇവിടം കൊണ്ട് തീരുമായിരുന്നെങ്കിൽ അതല്ലായിരുന്നോ പപ്പ നല്ലത്? ഇവിടം കൊണ്ട് തീരില്ല. അവർക്കൊരു സ്റ്റോറി കിട്ടി. ഇനി അത് ആഘോഷമാക്കാൻ കുറച്ച് കഥാപാത്രങ്ങളെ വേണം. ബബിതയെ അവർ ഹരാസ് ചെയ്യാൻ ശ്രമിച്ചേക്കുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അല്പം ഇടഞ്ഞത്. അവരെന്തൊക്കെ പറഞ്ഞു? ആരെയൊക്കെയാണ് അവർ പിടികൂടിയത്? ബബിതയെപ്പറ്റി അവർക്ക് എവിടുന്ന വിവരം കിട്ടിയത്? അവർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. ബബിത ഏതോ സെക്സ് റാക്കറ്റിന്റെ ഒരു കണ്ണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ എനിക്ക് രോഗം മനസ്സിലായി. സാരമില്ല, നീ അവളോട് ചെന്ന് പറ ഉടൻ എറണാകുളത്തിന് പുറപ്പെടാൻ റെഡിയാകണമെന്ന്. എറണാകുളത്തേക്കോ? ഉടനെയോ? ആ, ഇന്ന് തന്നെ പോയേക്കാം. അവിടെ ചെന്ന് ചില കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. നിനക്ക് വരാൻ പറ്റുമോ? അയ്യോ, എനിക്ക് ഇന്ന് എന്തായാലും പറ്റില്ല. അല്ലെങ്കിലും ആൻറ്റിയെയും ടാനിയായെയും നോക്കാൻ ആളില്ലാതെ എങ്ങനെയാ പപ്പ? ശരി, ഞാനും ബബിതയും കൂടി പോയിക്കൊള്ളാം. ബബിതയ്ക്ക് മാമച്ചൻ്റെ വീട്ടിൽ പരിചയമുണ്ടോ? രേവതിക്കുട്ടിയെയും അങ്കിളിനെയും ആൻറ്റിയും ഒക്കെ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. അല്ലെങ്കിൽ അപ്പച്ചൻ കൂടെ പോരട്ടെ? അപ്പച്ചൻ ഇവിടെ വേണം പപ്പ, പ്രത്യേകിച്ച് പപ്പയും കൂടി ഇല്ലാത്തപ്പോൾ. അലീന പിന്നീട് ബബിതയുടെ അരികിൽ ചെന്ന് അവളെ വിവരങ്ങൾ ധരിപ്പിച്ചു. പോലീസ് വന്നതു മുതൽ അവൾ ആകെ അന്താളിച്ച് നിൽക്കുകയായിരുന്നു. അവർ പോയി എന്നറിഞ്ഞപ്പോൾ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെയായി. എറണാകുളത്തേക്ക് പോകുവാൻ റെഡിയാകുന്നതിനിടയിൽ ബബിത അലീനയോട് പറയുകയാണ്, ചേച്ചി കൂടെ വന്നിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യം കിട്ടിയനെ. പപ്പയുടെ അടുത്ത് ഞാൻ വിരണ്ടിരിക്കുകയുള്ളൂ. മോളെ, ഞാൻ വന്നാൽ ഇവിടെ ആരെങ്കിലും വേണ്ടേ? അല്ലെങ്കിൽ നീ ഇവിടെ ഇരിക്കണമായിരുന്നു. അത് പറ്റില്ലല്ലോ. സാരമില്ല, മാമച്ചനങ്കിളിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് കൂട്ടുകിട്ടും. അവിടെ രേവതി ആൻറ്റിയുണ്ട്, റാണി ആൻറ്റിയുണ്ട്, ചിന്നുമോളുണ്ട്. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോളാം പപ്പയും നീയും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ടെന്ന്. സ്റ്റാൻലി അരമണിക്കൂറിനുള്ളിൽ തയ്യാറായി വന്നു. കാറിനരികിൽ വരെ അലീന അവരെ അനുഗമിച്ചു. കാറിൽ കയറിയിരുന്നതിന് ശേഷം ബബിത അലീനയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ ചേച്ചി, ഒരു ധൈര്യത്തിന്. അലീന തലയാട്ടി. അവർ യാത്ര തിരിച്ചു. എറണാകുളത്തേക്കുള്ള യാത്രക്കിടയിൽ സ്റ്റാൻലി ബബിതയോട് ചോദിക്കുകയാണ്, നിന്നെ പറ്റിച്ചവൻ്റെ പേരെന്താണ്? സിദ്ധാർത്ഥൻ. അതാണോ ശരിക്കും അവൻ്റെ പേര്? അറിയില്ല. വേറെ ആരൊക്കെയാണ് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നത്? ഒരു സോണിയ ഡേവിഡ്, പിന്നെ ഒരു താരാകൃഷ്ണനുണ്ണി. ഇതിൽ ജീവൻ്റെയും സന്തോഷിൻ്റെയും പേര് ശരിക്കും അതാണോന്ന് എനിക്കറിയില്ല. ലേഡീസിൻ്റെ പേരുകളോ? അവരെൻ്റെ കോളേജിലുണ്ടായിരുന്നവരാണ്. എൻ്റെ സീനിയേഴ്സായിരുന്നു. ഒരാൾ റൂംമേറ്റും. ഇവരൊക്കെ പറ്റിക്കുന്നവരാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്നും സംഭാഷണത്തിൽ നിന്നും അറിയാൻ സാധിച്ചില്ലേ? കൗശലക്കാർക്ക് അതിൻ്റെതായ ഒരു മുഖമുണ്ട്. അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും. നിങ്ങൾ എങ്ങനെ അത് തിരിച്ചറിയാതെ പോകുന്നു? ബബിത മിണ്ടാതെ മുഖം താഴ്ത്തിയിരിക്കുകയാണ്. സ്റ്റാൻലി വീണ്ടും ചോദിക്കുകയാണ്, നിന്നെ ഇതിലേക്ക് ലീഡ് ചെയ്ത കൂട്ടുകാരികൾ ഇപ്പോഴും അതേ കോളേജിൽ തന്നെ ഉണ്ടോ? അവരവിടെ ഉണ്ടാവും. അവരുടെ കാര്യം ആ പോലീസുകാരും പറഞ്ഞില്ലല്ലോ. അവരിപ്പോഴും സേഫായിട്ട് തന്നെ കഴിയുകയാണെന്ന് വേണ്ടേ കരുതാൻ? അവർക്ക് ആ ഗ്യാങ്ങിലുള്ളവരുടെ ഫോൺ നമ്പരും അഡ്രസ്സും ഒന്നും ശരിയായി അറിയില്ലേ? അറിയാമായിരിക്കും. സാധാരണ ആത്മഹത്യാശ്രമം നടത്തുന്നവർ ഒരു കുറിപ്പെങ്കിലും എഴുതി വെക്കും. ബബിത എന്തുകൊണ്ടാണ് ചീറ്റ് ചെയ്തവരെ പറ്റി ഒരു സൂചന പോലും നൽകാതെ സൂയിസൈഡ് ചെയ്യുവാൻ തീരുമാനിച്ചത്? നിന്റെ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചവർ രക്ഷപ്പെട്ടോട്ടെ എന്ന് നീ വിചാരിച്ചോ? എനിക്കറിയില്ല പപ്പ. ബബിതയ്ക്ക് കരച്ചിൽ വന്നു. എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യം. എന്നെ തന്നെ ഞെരടിക്കൊല്ലാനുള്ള വൈരാഗ്യം. ഞാൻ എങ്ങനെ ഇതുപോലൊരു പൊട്ടിയായിപ്പോയി? എനിക്ക് എങ്ങനെ ഇത്രയ്ക്ക് ചീത്തയാകാൻ പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇനി ജീവിച്ചിരിക്കാൻ പോലും കൊള്ളില്ലെന്നും. ബബിത കർച്ചീഫ് എടുത്ത് പെട്ടെന്ന് മുഖം മറച്ച് കുനിഞ്ഞിരുന്നു. അപ്പോൾ സ്റ്റാൻലി ശബ്ദം താഴ്ത്തി പറയുകയാണ്, സാരമില്ല, ഞാൻ നിന്നെ കുറ്റം പറഞ്ഞൊന്നുമല്ല. ടാനിയായിക്കുണ്ടായ അനുഭവം കണ്ടില്ലേ? നേരിയൊരു ചാറ്റൽ മഴയുണ്ട്. വൈജയന്തി ടൂറിസ്റ്റ് ബസ്സിന്റെ ചവിട്ടുപടിയിൽ നിൽക്കുകയായിരുന്നു. ജോലി സ്ഥലത്തു നിന്നുമുള്ള ഒരു ടൂർ പ്രോഗ്രാം. അവർ പുറത്തേക്ക് നോക്കി നിൽക്കെ സുതാര്യമായ മഴയിലൂടെ ഒരു കാർ ഒഴുകി വന്ന് ഒരു ഹോട്ടലിന്റെ മുൻപിൽ നിന്നു. അതിന്റെ ഫ്രണ്ട് ഡോർ തുറന്ന് ബബിത ഇറങ്ങുന്നത് കണ്ട് വൈജയന്തി അന്തം വിട്ടു. ഇവളെങ്ങനെ ഇവിടെ? ഇതാരുടെ കാറാണ്? വൈജയന്തി ചിന്തയിൽ മുഴുകി നിൽക്കെ ബബിത തലയ്ക്കുമീതെ കൈപിടിച്ച് മഴയെ മറച്ചുകൊണ്ട് ബോണറ്റിന് മുൻപിലൂടെ ഡ്രൈവറുടെ ഭാഗത്തേക്ക് വന്നു. ഡോർ തുറന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരാൾ ഇറങ്ങുന്നു. പൊടുന്നനെ വൈജയന്തിയുടെ കാഴ്ച മറച്ചുകൊണ്ട് ഒരു ബസ് കടന്നുപോയി. പിന്നെ വൈജയന്തി നോക്കുമ്പോൾ ഒരു കുട നിവർത്തി ഇടത് കൈകൊണ്ട് ബബിതയെ ചേർത്ത് പിടിച്ച് ആചാരബാഹുവായ ഒരാൾ പുറം തിരിഞ്ഞ് ഹോട്ടലിന് നേർക്ക് നടന്നു നീങ്ങുന്നു. വീണ്ടും ഒരു ബസിന്റെ മറ. ഇപ്പോൾ രണ്ടുപേരെയും കാണാനില്ല.
അവർ കടന്നുപോയ ചില്ലുവാതിൽ മെല്ലെ വന്നടയുന്നു. വൈജയന്തി ചവിട്ടുപടിയിൽ നിന്നും താഴേക്കിറങ്ങി. ഒരു നിര വാഹനങ്ങൾ വന്നു തടസ്സമുണ്ടാക്കിയതിനാൽ വൈജയന്തിക്ക് പെട്ടെന്ന് റോഡ് മുറിച്ച് കടക്കുവാൻ കഴിഞ്ഞില്ല. വാഹനങ്ങൾ രണ്ട് ദിശയിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു. വൈജയന്തി അല്പനേരം കാത്തു നിന്നിട്ട് ഒരു വശത്തെ വാഹനങ്ങളുടെ നേർക്ക് കൈ ഉയർത്തി കാട്ടിക്കൊണ്ട് പാതി റോഡ് മുറിച്ച് കടന്നു. മറുദിശയിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കുവാൻ വേണ്ടി റോഡിന് നടുവിൽ അല്പസമയം കൂടി കാത്തു നിൽക്കേണ്ടി വന്നു. പാർക്ക് ചെയ്ത വാഹനങ്ങളുടെ മുന്നിലൂടെ വൈജയന്തി തിടുക്കത്തിൽ ഹോട്ടലിന് മുൻവാതിലെത്തി. ചില്ലുവാതിലൂടെ അകത്തേക്ക് നോക്കിയെങ്കിലും ഗ്ലാസിൽ സൺഫിലിം ഒട്ടിച്ചിരുന്നതിനാൽ കാഴ്ച വ്യക്തമായില്ല. വൈജയന്തി ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കടന്നു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുവാൻ വന്നതെന്ന വ്യാജേന തീൻമേശകൾക്കിടയിലെ പാസേജിലൂടെ അവർ നടന്നു. അവിടെയെങ്ങും ബബിതയെ കാണുന്നില്ല. ഈ സമയത്ത് റിസപ്ഷനിലിരുന്നയാൾ ഇറങ്ങി വന്ന് ഭവ്യതയോടെ ചോദിക്കുകയാണ്, മാഡം ആരെയാണ് നോക്കുന്നത്? അത് ഞങ്ങളുടെ കൂടെ വന്ന 2 പേർ. അവരെഴുന്നേറ്റ് പോയോന്ന് നോക്കുകയായിരുന്നു. ഇവിടെ ആരുമില്ല മാഡം, എല്ലാവരും പോയി. എനിക്കൊരു ഡൗട്ട്, നോക്കട്ടെ. ഫാമിലി ക്യാബിൽ നിന്നും വെയിറ്റർ ഒഴിഞ്ഞ ട്രേയുമായി വരുന്നത് കണ്ട് വൈജയന്തി വേഗം ആ ക്യാബിനിലേക്ക് നീങ്ങി. അല്പം മങ്ങിയ കണ്ണാടി ചുമരിലൂടെ അകത്തിരിക്കുന്നവരെ കാണാം. ബബിതയെ വൈജയന്തി കണ്ടുപിടിച്ചു. മറ്റേയാൾ പുറം തിരിഞ്ഞു നിൽക്കുന്നതിനാൽ മുഖം കാണാൻ വയ്യ. അത് ബാലചന്ദ്രമേനോൻ അല്ലെന്ന് വൈജയന്തിക്ക് തീർച്ചയായി. തൊണ്ടയിലെന്തോ വിക്കിയിട്ട് ബബിത ചുമയ്ക്കുന്നു. മറ്റേയാൾ അവളുടെ തലയിൽ തട്ടിക്കൊടുക്കുന്നുണ്ട്. മുഖം തുടയ്ക്കുവാൻ അയാൾ ഒരു തുവാല കൊടുക്കുന്നത് വൈജയന്തി കണ്ടു. ആരാണ് തൻ്റെ ഈ മകളുമായി ഇത്ര അടുപ്പമുള്ളയാൾ? ആർക്കാണ് അവളുടെ മേൽ ഇത്രയധികം സ്വാതന്ത്ര്യം? നാനാവിധ സംശയങ്ങളോടെ വൈജയന്തി ചെന്ന് ഫ്ലഷ് ഡോർ തുറന്നു. സ്റ്റാൻലി കൊടുത്ത കർച്ചീഫ് കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഒപ്പിക്കൊണ്ടിരുന്ന ബബിത വൈജയന്തിയെ കണ്ട് ഒരു നിമിഷം പകച്ചുപോയി. അമ്മ! അവൾ ആശ്ചര്യത്താൽ വിടർന്ന മുഖത്തോടെ എഴുന്നേറ്റു. കാപ്പിക്കപ്പ് ചുണ്ടോട് ചേർത്ത് ചൂട് കാപ്പി മൊത്തി കുടിക്കുകയായിരുന്ന സ്റ്റാൻലി മുഖം തിരിച്ചു. തൻ്റെ കാഴ്ചയ്ക്കെന്തോ തകരാറുണ്ടെന്ന് വൈജയന്തിക്ക് തോന്നി. ഒറ്റനോട്ടത്തിൽ അപരിചിതനെന്ന് തോന്നിയ ആളുടെ മുഖത്തേക്ക് തിരിച്ചറിവിൻ്റെ വെള്ളി വെളിച്ചം വന്നു വീഴുന്നു. വൈജയന്തി നടുങ്ങി തരിച്ചു നിന്നു. ക്യാപ്റ്റൻ സ്റ്റാൻലി ജോസഫ്. പട്ടാള വേഷം ധരിച്ച് സ്റ്റിയറിംഗിൽ വിരലുകൊണ്ട് താളവും പിടിച്ച് തെല്ല അക്ഷമയോടെ സെന്റ് ക്ലെയർ സ്കൂളിൻ്റെ ഗേറ്റിലേക്ക് നോക്കി മിലിറ്ററി ജീപ്പിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരിക്കുന്ന സൈനികൻ. കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് പോയി കഴിഞ്ഞ് ഒരു തണുത്ത വൈകുന്നേരത്ത് സാരിക്ക് മീതെ സ്വെറ്ററിട്ടൊരു ഷാളും പുതച്ച് ഗേറ്റിലൂടെ തിടുക്കത്തിൽ ജീപ്പിനടുത്തേക്ക് നടന്നു ചെല്ലുകയാണ് താൻ. പ്രപഞ്ചത്തിന് നടുവിൽ തങ്ങൾ 3 പേർ മാത്രമേ ഉള്ളൂ എന്ന് വൈജയന്തിക്ക് തോന്നി. ചുറ്റുമുള്ള ലോകങ്ങൾ, നക്ഷത്രങ്ങൾ, സൗരയുധങ്ങൾ അതിവേഗം ഭ്രമണം ചെയ്യുകയാണ്. അനന്തവിഹായസിൽ നിന്നും ഒരു കടുംതുടി മുഴങ്ങുന്നുണ്ട്. ആ ഭ്രമണത്തിൽ, ആ തുടിമുഴക്കത്തിൽ ഭൂതച്ചുഴിയിൽപ്പെട്ട ഒരു കച്ചിത്തുരുമ്പ് പോലെ അവൾ 24 വർഷം പിൻപിലേക്ക് പാറിപ്പോവുകയും പാഞ്ഞെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏതൊരു മുഖമാണോ ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണരുത് എന്നാഗ്രഹിച്ചത്, അതേ മുഖം തൊട്ടുമുൻപിൽ തൻ്റെ മകൾക്കൊപ്പം ഒരു സ്തംഭനാവസ്ഥയിൽ കൽപ്രതിമ പോലെ തറച്ചു നിന്ന വൈജയന്തിയെ ഉറ്റുനോക്കുകയാണ് സ്റ്റാൻലി. അയാളുടെ സംശയവും ആശ്ചര്യവും 2 നിമിഷമേ നീണ്ടു നിന്നുള്ളൂ. കാലം അവളുടെ രൂപസൗകുമാര്യത്തിന് കടുത്ത മങ്ങലൊന്നും ഏൽപ്പിച്ചിട്ടില്ല എന്ന് അയാൾ കണ്ടു. ബബിത 2 പേരെയും മാറി മാറി നോക്കുകയായിരുന്നു. ഒരുതരം അന്ധാളിപ്പും അവിശ്വസനീയതയും ആ മുഖങ്ങളിൽ അവൾ കണ്ടു. ഒരു വാക്കും മിണ്ടാൻ പോലും കഴിയാത്തൊരു ഷോക്കിലാണ് 2 പേരും. ഒടുവിൽ ബബിത തന്നെ ആ സ്തംഭനാവസ്ഥയെ ഭേദിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മ! അമ്മ എങ്ങനെ ഇവിടെ? അത് കേട്ടുകൊണ്ട് ഒന്ന് ഞെട്ടിയിട്ടെന്നവണ്ണം വൈജയന്തി സ്റ്റാൻലിയിൽ നിന്നും കണ്ണെടുത്തു. പെട്ടെന്ന് വൈജയന്തിയുടെ തൊട്ടു പിന്നിൽ വിളി കേട്ടു. പകച്ചുകൊണ്ട് വൈജയന്തി മുഖം തിരിച്ചു. സഹപ്രവർത്തകരാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ എവിടെയെല്ലാം നോക്കി, എല്ലാവരും ബസ്സിൽ കയറി കഴിഞ്ഞു. എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞങ്ങളിൽ ആരെങ്കിലും തിരക്കി വന്നതാണോ ഇങ്ങോട്ട്? വൈജയന്തി പാരവശ്യത്തോടെ പിന്തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഏയ് അല്ല. അപ്പോൾ അതിലൊരാൾ ബബിതയെ നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, അത് മാഡത്തിൻ്റെ മോളല്ലേ? അപ്പോഴേക്കും വൈജയന്തി, എല്ലാവരും കയറിയെങ്കിൽ വാ പോകാം. വൈജയന്തി നടന്നു കഴിഞ്ഞു. ബബിതയെ ഒന്നുകൂടി നോക്കിയിട്ട് സഹപ്രവർത്തകരും തിരികെ നടന്നു. അവർ വൈജയന്തിക്കൊപ്പമെത്തി. കൂടെ എത്തിയ ഒരു സ്ത്രീ ചോദിക്കുകയാണ്, മോളെ കാണാൻ വേണ്ടി കയറിയതാണോ? ആ അതെ. മോൾ ഇവിടെയാണോ? ആ അതെ, അവൾ ഇവിടെയാണ് പഠിക്കുന്നത്. എങ്ങനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടി? ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇവിടെ എത്തുമെന്ന്? ആ അതെ അതെ, മൊബൈലിൽ വിളിച്ചു. ഇവിടെ വെച്ച് കണ്ടത് മോൾക്ക് സർപ്രൈസായി കാണും അല്ലേ? ആ അതെ. 2 പേരും റോഡിലെത്തി. റോഡ് ക്രോസ് ചെയ്യുവാൻ വേണ്ടി വാഹനത്തിരക്കൊഴിയുന്നതുവരെ കാത്തു നിന്നു. അപ്പോൾ അവർ വീണ്ടും ചോദിക്കുകയാണ്, മോളോട് പോവുകയാണെന്ന് പോലും പറയാതെയാണല്ലോ തിരിഞ്ഞു നടന്നു പോകുന്നത്? ആ അതെ, ഞാൻ നേരത്തെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ വന്നത്. വൈജയന്തി അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് റോഡ് തിടുക്കത്തിൽ ക്രോസ് ചെയ്തു. അപ്പോൾ അവർ ആശ്ചര്യത്തോടു കൂടി പറയുകയാണ്, വല്ലാതെ കൈ തണുത്തിരിക്കുന്നല്ലോ. അത് മഴ കാരണമായിരിക്കും. വണ്ടിയിൽ കയറി വൈജയന്തി സീറ്റിലിരുന്നതിന് ശേഷം ആ ഹോട്ടലിന് നേർക്ക് ഒന്നുകൂടെ നോക്കി. ചില്ലുവാതിൽ പാതി തുറന്നു പിടിച്ച് നോക്കി നിൽക്കുന്ന സ്റ്റാൻലി ജോസഫ്. വൈജയന്തി തീപ്പൊള്ളലേറ്റതുപോലെ പെട്ടെന്ന് മുഖം തിരിച്ചു.
സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്ന ബസ് പതുക്കെ നീങ്ങി തുടങ്ങി. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.